പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഓസ്ട്രേലിയൻ ഭദ്രാസനത്തിലെ മെൽബൺ സെൻറ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിലെ ബഹുമാനപ്പെട്ട വികാരി കുര്യാക്കോസ് അച്ഛനും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പരിശുദ്ധ സഭ 3 നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് നോമ്പ്? മാലാഖമാർക്കെടുത്ത ജീവിതത്തിലേക്ക് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ മാറ്റപ്പെടുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് നോമ്പ്. നോമ്പാലും ഉപവാസത്താലുമല്ലാതെ സാത്താനെയും അവൻ്റെ കുടിലമായ തന്ത്രങ്ങളെയും ജയിക്കുവാൻ സാധ്യമല്ലെന്ന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം 5 കാനോനിക നോമ്പുകളും ആഴ്ചയിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നോമ്പുകളും ആചരിക്കുന്ന ഒരു പാരമ്പര്യമാണുള്ളത്. ഈ 5 കാനോനിക നോമ്പുകളിൽ ഏറ്റവും ചെറിയ നോമ്പാണ് നിനവേ നോമ്പ്, 3 നോമ്പ് എന്ന ഒമന പേരിട്ട് നാം വിളിക്കുന്നത്. ഈ നോമ്പിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കൊക്കെയും നല്ല ബോധ്യമുണ്ട്. യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ആയിരുന്ന അനുഭവം ഒരു പരിധിവരെ നമ്മൾ ഇന്ന് ആചരിക്കുന്നതായ ദണ്ഡനമസ്കാരങ്ങൾ പോലെ അവൻ ആ ഉദരത്തിൽ കിടന്നുകൊണ്ട് ഏറെ ഞെരുങ്ങി വേദനയോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതിനപ്പുറം നിനുവയിലേക്ക് അവൻ കടന്നു എന്ന് നിനുവ എന്ന് പറയുന്നതായ ആ പട്ടണം ദൈവത്താൽ നശിപ്പിക്കപ്പെടുമെന്നുള്ളതായ ഒരു വലിയ സന്ദേശം പകരുകയും ജനം മുഴുവൻ കുഞ്ഞു മുതൽ രാജാവ് വരെയുള്ളതായ അപാലവൃത്തം ജനങ്ങളും ഉപവാസത്തോടും രട്ടുടുത്ത് ചാരത്തിലിരുന്ന് ദൈവസന്നിധിയിൽ അവരവരുടെ പ്രവൃത്തികളെ പ്രതി മാപ്പ് അപേക്ഷിച്ചപ്പോൾ മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ 40 ദിനരാത്രങ്ങളിലൂടെ ദൈവം നിനവേന്മേൽ വെച്ചതായ മഹാകോപത്തെ നീക്കി അവർക്ക് വലിയ വിടുതലും ആശ്വാസവും പകർന്നതിൻ്റെ ഒരു പശ്ചാത്തലവുമാണ് പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഒന്നായിരിക്കുന്ന യോനയുടെ പുസ്തകത്തിലൂടെ വിവരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വീണ്ടും എസ്തേറിൻ്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത മുഴുവൻ പീഡിപ്പിക്കപ്പെടുവാനും വലിയ ക്രൂരമായ പീഡനങ്ങളിലേക്ക് കടന്നു പോകുമെന്ന് മുന്നറിയിപ്പ് കിട്ടുമ്പോൾ ആ ജനസമൂഹം മുഴുവൻ 3 ദിനരാത്രങ്ങൾ ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ചിലവഴിക്കുമ്പോൾ ആ ക്രൂരമായ അക്രമങ്ങളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന്, അവർക്ക് വരുവാനിരുന്ന വലിയ കെടുതിയിൽ നിന്ന് അവർ ആശ്വാസം പ്രാപിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1500കളുടെ മധ്യത്തിലോ അല്ലെങ്കിൽ AD 500കളുടെ മധ്യത്തിലോ പ്ലേഗ് എന്ന് പറയുന്ന മാരകമായ രോഗം മധ്യപൂർവ്വ ദേശങ്ങളിൽ പടർന്നു പിടിച്ചപ്പോൾ ഒരു നല്ല വിഭാഗം ജനസമൂഹം ആ രോഗം മൂലം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ സഭ ഒരുമിച്ച് കൂടി ഒരു ഞായറാഴ്ച ദേവാലയത്തിൽ വെച്ച് പ്രഖ്യാപനം നടത്തുകയാണ്, ഈ രോഗം മാറുന്നതുവരെ ഉപവാസത്തോടുകൂടി പ്രാർത്ഥിക്കും. ജനം തിങ്കളാഴ്ച മുതൽ ഉപവാസവും അനുഷ്ഠിക്കുവാൻ തുടങ്ങി. ഏതാണ്ട് 3 ദിവസങ്ങൾക്കപ്പുറം അവരുടെ ഇടയിൽ ഈ രോഗം ശമിക്കുന്നതായി അറിവ് ലഭിക്കുകയും അങ്ങനെ അവർ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ 3-ാം ദിവസത്തിനപ്പുറം ആരാധിക്കുകയും ആഘോഷിക്കുകയും നന്ദി കരയറ്റുകയും ചെയ്തു. ഇങ്ങനൊരു ചരിത്ര പശ്ചാത്തലം കൂടി ഈ 3 നോമ്പിനുണ്ട് എന്ന് നമുക്കറിയാം. സ്നേഹം നിറഞ്ഞവരെ, ഏത് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും നോമ്പ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കുവാൻ, മലിനമായതിനെയൊക്കെയും സംസ്കരിച്ച് വിശുദ്ധമായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, മാലാഖമാർക്കെടുത്ത ജീവിതത്തിലേക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് സാധ്യമായി തീരുന്ന അനുഭവമാണ് നോമ്പ്. വലിയ നോമ്പിൻ്റെ ആരാധനയുമായി സ്വഭാവവുമായി ഏറ്റവും കൂടുതൽ സാമ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് 3 നോമ്പ്. വലിയ നോമ്പിന് പ്രത്യേക നമസ്കാരങ്ങളുള്ളതുപോലെ തന്നെ 3 നോമ്പിനും നമുക്കറിയാം പ്രത്യേക നമസ്കാരങ്ങളുണ്ട്. ഒപ്പം 40 കുമ്പിടി, അത് വലിയ നോമ്പിനും നിനവേ നോമ്പിൻ്റെ പ്രത്യേകമായ സവിശേഷതയാണ്.
ഈ ദണ്ഡനമസ്കാരങ്ങളും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമ്മെ വിശുദ്ധിയിലേക്ക്, കൂടുതൽ ശോഭയിലേക്ക് നയിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, പഴയ നിയമത്തിലെ 3 പാത്രികീസന്മാരെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. വിശുദ്ധിയിൽ ജീവിച്ച വ്യക്തികൾ എന്നതിനപ്പുറമായി നമ്മളിൽ നിന്ന് വാങ്ങിപ്പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടികളിൽ വസിക്കണമെന്ന പ്രാർത്ഥനയാണ് വാങ്ങിപ്പോയവർക്ക് വേണ്ടി, നമ്മിൽ നിന്ന് വേർപെട്ടുപോയ പരേതർക്ക് വേണ്ടി നാം ഓരോരുത്തരും അണയ്ക്കുന്നത്. ഈ പ്രാർത്ഥന ഇത്രമാത്രം പ്രാധാന്യത്തോടു കൂടി നമ്മൾ നിർവഹിക്കണമെങ്കിൽ അവരുടെ ജീവിതം എന്തുകൊണ്ടായിരിക്കണം, എന്തായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ സവിശേഷത, അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ശാന്തമായി പരിശോധിക്കുവാനും പഠിക്കുവാനും നമുക്ക് ചുമതലയും ഉത്തരവാദിത്വമുണ്ട്. ഈ 3 നോമ്പിൻ്റെ ദിനങ്ങളിൽ പഴയ നിയമ പാത്രികീസന്മാരിൽ രണ്ടാമനായിരിക്കുന്ന ഇസഹാക്കിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഒന്ന് കടന്നു എന്ന് ചിന്തിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരാണ് ഇസഹാക്ക്, എന്താണ് അദ്ദേഹത്തിൻ്റെ സവിശേഷതകളെന്നൊക്കെയും നമുക്കൊക്കെ പരിചിതമാണ്. എന്നിരുന്നാൽ തന്നെയും വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ ചില ചിന്തകൾ നിങ്ങളുമായി ഒന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, 24-ാമത്തെ അധ്യായം അതിൻ്റെ 63, 25-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇസഹാക്കിൻ്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, അവൻ ദൈവാരാധനയുള്ളവനായിരുന്നു എന്നതാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ബലിപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന, ബലിപീഠത്തോട് ചേർന്ന് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയവൻ്റെ പേരാണ് ഇസഹാക്ക്. ആധുനിക കാലഘട്ടത്തിൽ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസഹാക്കിൻ്റെ മടിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും കടന്നു ചെല്ലണം. ഇസഹാക്കിൻ്റെ ജീവിതാനുഭവത്തിലേക്ക് മരണശേഷം നമ്മുടെ ആത്മാക്കളും കടന്നു ചെല്ലണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമതായി ഇസഹാക്കിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അവൻ്റെ പ്രാർത്ഥനാശീലമാണ്, ആരാധനാശീലമാണ്. 7 നമസ്കാരങ്ങളിൽ ഇപ്പോൾ എത്ര നേരം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്, വേദപുസ്തകം വായിക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. ഇസഹാക്കിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന മനോഹരമായ പാഠം പ്രാർത്ഥനയുടെ, ആരാധനയുടെ, ദൈവാരാധനയുടെ ബലമാണ്. അവൻ്റെ ജീവിതത്തിലുടനീളം നാം കാണുന്നത് ദൈവാരാധനയോട്, ബലിപീഠത്തോട് ചേർന്ന് നിന്നുള്ള ആ ജീവിതമാണ്. പ്രിയമുള്ളവരെ, ഇസഹാക്ക് ഒരിക്കലും മറക്കാൻ ഇടയില്ലാത്തൊരു സ്ഥലമാണ് ബലിപീഠം. ഒരിക്കൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി അനുനിമിഷം കൊണ്ട് മരണം മുമ്പിൽ കണ്ട മനുഷ്യൻ ഇസഹാക്ക് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അവന് ബലിപീഠവുമായിട്ടുള്ള ആത്മബന്ധം ചെറുതല്ല, വലിയ ബന്ധമാണ്. സങ്കീർത്തനങ്ങളിൽ മനോഹരമായി ഒരു വാചകമുണ്ടല്ലോ, മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്നു, യഹോവേ നിന്റെ ബലിപീഠങ്ങളിൽ തന്നെ. പ്രിയമുള്ളവരെ, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് ബാല്യക്കാരോടുകൂടി ഇസഹാക്കുമായി ചേർന്ന് ബലിയർപ്പിക്കുവാനായി മോറിയ മലയിലേക്ക് യാത്രയാകും. എന്തിനാണ് അപ്പ ബലിയർപ്പിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ ഇസഹാക്ക് ചോദിക്കുന്നതായോ ആരും ചോദിക്കുന്നതായോ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ആരാധന, ബലി എന്നുള്ളത് അന്നത്തെ സമൂഹത്തിൻ്റെ, ദൈവാരാധനയുടെ എന്നുള്ളത് അന്നത്തെ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയും വൈകുന്നേരവുമുള്ള സമയങ്ങളിൽ നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ഏറ്റവും മനോഹരമായി സ്കിപ്പ് ചെയ്യുന്നത് നമ്മുടെ യാമപ്രാർത്ഥനകളാണ്. പ്രിയമുള്ളവരെ, ഒരു മടങ്ങി വരവ് ഈ നോമ്പിലൂടെ സാധ്യമായി തീരണം. നമ്മുടെ മക്കളെ ബലിപീഠത്തോട് ചേർത്ത് വളർത്തുവാൻ സാധിക്കണം. കഴിവില്ലാത്ത, ഭൗതികമായ ശേഷിയില്ലാത്ത മീവൽ പക്ഷിയും തൻ്റെ കുഞ്ഞുങ്ങളെ ബലിപീഠത്തോട് ചേർത്ത് കൂടുകൂട്ടിയെങ്കിൽ
തൻ്റെ മക്കളെ ബലിപീഠത്തോട് ചേർത്ത് വെച്ചെങ്കിൽ, ദൈവത്താൽ വിളിക്കപ്പെട്ട് വിശുദ്ധ മാമോദീസായുടെ റോഷ്മയിൽ മുദ്ര കുത്തപ്പെട്ട് ദൈവിക സഹവാസത്താൽ നിറയപ്പെട്ട നമ്മളെയും നമ്മുടെ മക്കളെയും എത്രമാത്രം ബലിപീഠത്തോട് ചേർത്ത് ആരാധനയോട് ചേർത്ത് വെക്കേണ്ടവരാണെന്ന ഒരു ബോധ്യം, ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവർ, ഇസഹാക്കിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന മനോഹരമായ പാഠം, ആരാധന സ്വഭാവം ഉള്ളവൻ, പ്രാർത്ഥനാശീലമുള്ളവൻ്റെ പേര് ഇസഹാക്ക്. മറ്റൊരു പ്രത്യേകത അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ അതിൻ്റെ 20-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. ഇസഹാക്ക് തൻ്റെ 40-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ ഭാര്യയായ റിബേക്ക, അവൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കാതെ മച്ചിയാണെന്ന് മറ്റുള്ളവരെല്ലാം ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇസഹാക്ക് ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, 40-ാമത്തെ വയസ്സിൽ തുടങ്ങിയൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നത് 60-ാമത്തെ വയസ്സിലാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നിന്നു പോകുന്നതിൻ്റെ ഒരു കാരണം, ഞാൻ ഇന്ന് ചോദിക്കുന്ന കാര്യം ഇന്ന് ചോദിച്ചു തീരുന്നതിന് മുമ്പ് ദൈവം തരണമെന്ന ഒരു ചിന്തയോടെയാണ് നമ്മളൊക്കെയും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇസഹാക്കിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, അവൻ ക്ഷമയോടെ കാത്തിരുന്നു എന്നുള്ളതാണ്. അവൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയല്ല, അവൻ്റെ ആഗ്രഹം സഫലമാകുന്നോടം വരെ അവൻ ക്ഷമാപൂർവം കാത്തിരുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ വലിയ പ്രത്യേകത, ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചു കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു കിട്ടിയില്ല, പിന്നെ പ്രാർത്ഥനയില്ല. അങ്ങനെയല്ല ഇസഹാക്ക് 40-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രാർത്ഥന തുടർന്ന് ദൈവം മറുപടി കൊടുത്തത് 60-ാമത്തെ വയസ്സിൽ. അവൻ ക്ഷമയോടെ കാത്തിരുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവത്തിനറിയാം എപ്പോൾ എങ്ങനെ എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം, മറുപടി തരണം എന്നൊക്കെ. നമ്മുടെ ജീവിതത്തിന് എങ്ങനെ, എപ്രകാരം, ഏത് സമയത്ത് മറുപടി തരണമെന്ന് ഈ ഭൂമിയെയും അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ചാണ് അവൻ തൻ്റെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് തൻ മറുപടി നൽകുക. അതുകൊണ്ട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ഇട്ടിട്ട് പോകുന്ന അനുഭവം ഉണ്ടാകരുത്. മറിച്ച് ഇസഹാക്കിനെ പോലെ കാത്തിരിക്കാനായിട്ടൊരു സമയം നമ്മൾ കണ്ടെത്തണം. ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ടൊരു സമയമുണ്ട്. എപ്പോൾ വാതിൽ തുറക്കണമെന്ന് തമ്പുരാന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് അവൻ്റെ മേൽ സകല ചിന്താകുലവും വിശ്വാസപൂർവ്വം സമർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരണം. ഇസഹാക്കിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത്, ക്ഷമയോടെ കാത്തിരുന്ന് അവൻ പ്രാർത്ഥിച്ചു. 40-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ മറുപടി കൊടുക്കുന്നത് 60-ാമത്തെ വയസ്സിലാണ്. പ്രിയമുള്ളവരെ, ഇസഹാക്കിനെ പോലെ പ്രാർത്ഥനാശീലമുള്ളവരായിരിക്കാൻ നമുക്കൊക്കെയും സാധ്യമായി തീരട്ടെ. രണ്ടാമതായി, ഇസഹാക്കിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ പാഠം, അത് അനുസരണത്തിൻ്റെ മാതൃകയാണ്. ഇസഹാക്കിനെ പോലെ അനുസരിച്ച മറ്റൊരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. ഇസഹാക്ക് ബലിപീഠത്തോളം അനുസരിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. പലപ്പോഴും യേശുക്രിസ്തുവിനെയും ഇസഹാക്കിനെയും പരസ്പരം മുന്നോടിയായി, ഒരു നിഴലായി, യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായി, പഴയ നിയമത്തിൻ്റെ നിഴലായി, യേശുക്രിസ്തുവിൻ്റെ നിഴലായി ഇസഹാക്കിനെ പിതാക്കന്മാർ ചിത്രീകരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്, ഏറ്റവും കൂടുതൽ അവൻ അനുസരണം കാണിച്ചു എന്നുള്ളതാണ്. മൊറിയ മലയിലേക്ക് നടന്നു കയറുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പ വിറകുണ്ട്, കത്തി റെഡിയാണ്, ഈ ബലിയർപ്പിക്കാനുള്ള മൃഗം എവിടെ? അബ്രഹാം വലിയ പ്രത്യാശയോടെ പറയുന്ന മറുപടിയുണ്ട്, മകനെ, ദൈവം കരുതിക്കൊള്ളും. ഈ കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ അബ്രഹാം ബലിയർപ്പിക്കാൻ പോയിട്ട് ബലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പിറ്റേ ദിവസത്തെ പത്രവാർത്ത ഇങ്ങനെയായിരിക്കും ഒരുപക്ഷെ, മകനെ ബലിയർപ്പിക്കാൻ പോയ അപ്പനെ ബലിയർപ്പിച്ചിട്ട് മകൻ മടങ്ങി വന്നു എന്ന് പറയുന്നൊരു കാലഘട്ടം. അനുസരണശീലം നമ്മുടെ ഇടയിൽ നിന്ന് അന്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും
അനുസരിക്കാതെ ആർക്കും ആരെയും വിധേയപ്പെടാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വേദനാജനകമായ അനുഭവമാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അപ്പോഴാണ് ഇസഹാക്കിൻ്റെ അനുസരണ എന്ന മാതൃക നമ്മെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനുസരിച്ചപ്പോൾ അനുഗ്രഹം കിട്ടിയവരുടെ നീണ്ട നിര നമുക്ക് കാണുവാൻ സാധിക്കും. ഇസഹാക്കിൻ്റെ പിതാവായ അബ്രഹാം, അവന് ഏറ്റവും നല്ല മാതൃകയായിരുന്നത് അവൻ്റെ അപ്പനായ അബ്രഹാം തന്നെയാണ്. ഒരു പ്രഭാതത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നുണ്ട്. നീ നിന്റെ വീടും വീട്ടുകാരെയും നാടും നാട്ടുകാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഇന്ന സ്ഥലത്തേക്ക് പോകാനല്ല, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. പ്രിയമുള്ളവരെ, ഇസഹാക്ക് അബ്രഹാം യഹോവയാം ദൈവത്തിൻ്റെ വിളി കേട്ട് അനുസരിച്ച് തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവം കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുകയാണ്. അനുസരിച്ചതുകൊണ്ട് അവൻ വിശ്വാസികളുടെ പിതാവായി തീർന്നു. വീണ്ടും കന്യകമർത്തമറിയാം അമ്മ പഠിപ്പിച്ച മനോഹരമായ പാഠം അനുസരണത്തിൻ്റെതാണ്. സ്വർഗത്തിലെ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് കേവലം 12-13 വയസ്സ് മാത്രം പ്രായമുള്ള മറിയാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ. മറിയാം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, ആ അനുസരണം, ആ വിധേയത്വം അമ്മ പുലർത്തിയതുകൊണ്ട് ലോകത്തിൻ്റെ രക്ഷകനെ, ക്രിസ്തുവിനെ പ്രസവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മാതാവായി കന്യകമറിയാം ഉയർത്തപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനങ്ങളെയും അനുസരിക്കുവാൻ ഉള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കുമ്പോൾ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ദൈവം നമ്മോടെന്ത് പറയുന്നു എന്ന് കേൾക്കാനായിട്ടൊരു സാവകാശം പോലും നമ്മൾ എടുക്കാറില്ല. പല ദേവാലയങ്ങളിലും പലപ്പോഴും നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും ദൈവത്തിന് എന്താണ് നമ്മോട് പറയാനുള്ളത്, എങ്ങനെയാണ് ദൈവം നമ്മോട് സംസാരിക്കുക? പൂർവ്വപിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ബൈബിൾ വചനത്തിലൂടെ സംസാരിക്കും, അവൻ പ്രകൃതിയിലൂടെ നമ്മോട് സംസാരിക്കും, വെളിപാടുകളിലൂടെ സംസാരിക്കും, പൂർവ്വപിതാക്കന്മാരുടെ ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും സംസാരിക്കും. ഓരോ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുരോഹിതൻ്റെ അധരങ്ങളിലൂടെ വരുന്നതായ എവൻഗേലിയോൻ പ്രസംഗങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പല പല മാധ്യമങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും തിരിച്ചറിയപ്പെടാതെ പോകുന്ന, അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഇന്ന് കഴിയാതെ പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും വിധേയപ്പെടാതെ തന്നിഷ്ടപ്രകാരം മാത്രം ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസഹാക്ക് പഠിപ്പിക്കുന്ന മനോഹരമായ പാഠം അനുസരണത്തിൻ്റെതാണ്, വിധേയപ്പെടലിൻ്റെതാണ്. അവൻ അനുസരിച്ചു, അവൻ വിധേയപ്പെട്ടു, അതുകൊണ്ട് അവൻ്റെ ജീവിതം ഇരട്ടിയായി അനുഗ്രഹം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ഇസഹാക്കിൻ്റെ ജീവിതം പോലെ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ, അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് അനുസരിക്കാം, ദൈവത്തെ അനുസരിക്കാം. ഒരു പ്രാർത്ഥനാ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട്, ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം ഇതിന്മേൽ എന്താണെന്ന് നീ വെളിപ്പെടുത്തി തരണമേ എന്ന് ശാന്തമായ ദൈവസന്നിധിയിൽ ഒന്ന് ധ്യാനിക്കുവാൻ, ഒന്ന് പ്രാർത്ഥനാ നിരതനായിരുന്ന ദൈവത്തിന് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്നുകൂടി മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ. പ്രിയമുള്ളവർ, വീണ്ടും ഇസഹാക്കിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന മനോഹരമായ മൂന്നാമത്തെ പാഠം അവൻ്റെ ക്ഷമാശീലമാണ്. പലപ്പോഴും നമ്മൾ പാടും, ക്ഷമിക്കുന്ന സ്നേഹം, ദൈവിക ഭാവം. പാട്ടുകളിൽ മാത്രമായി ഈ ക്ഷമ ഒതുങ്ങിപ്പോവുകയാണ്. അല്ലെങ്കിൽ ചില പ്രസംഗങ്ങളിലും ചില വാക്കുകളിൽ മാത്രമായി ഈ ക്ഷമ ഒതുങ്ങിപ്പോവുകയാണ്. ഇസഹാക്കിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവൻ തൻ്റെ പിതാവായ അബ്രഹാം കുഴിച്ച കിണറുകൾ, അത് ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞത് വീണ്ടും കുഴിക്കുന്ന അനുഭവം ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവർ, അവൻ കിണർ കുഴിക്കും, ഫെലിസ്ത്യർ വന്ന് തടയും. അവൻ കിണർ കുഴിക്കുന്നു, ഫെലിസ്ത്യർ വന്ന് തടയുന്നു. അങ്ങനെ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെയും മറ്റുള്ളവർ തടസ്സം നിൽക്കുമ്പോൾ അവൻ അവരോട് ശണ്ട കൂടുകയും തർക്കിക്കുകയും കലഹിക്കുകയും വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുകയല്ല, മറിച്ച് അവൻ അവരോടൊക്കെ ക്ഷമിച്ച് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെ മാറിപ്പോയി അവസാനം ദൈവം അവരുടെ ഇടയിൽ
അവന് ഒരു വലിയ അനുഗ്രഹം. അവരോടൊക്കെ അവൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന ആ രാത്രി യഹോവയാം ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നാണ് 26-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും ക്ഷമയോടെ മാറി നിൽക്കാനായിട്ട് സാധിക്കാത്ത ഒരു സമൂഹമായി, അഗ്രസീവായ ഒരു സമൂഹമായി നമ്മളൊക്കെ മാറിപ്പോകുന്നുണ്ട്. നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അപ്പോൾ മാത്രമാണ് ദൈവം നമ്മോട് ക്ഷമിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്താവ് പഠിപ്പിച്ച മനോഹരമായ കർത്തൃപ്രാർത്ഥന, അവിടെ ഇങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്? എൻ്റെ കടക്കാരോട് ഞാൻ എങ്ങനെയാണോ ക്ഷമിക്കുന്നത്, എൻ്റെ ദൈവമേ അതുപോലെ നീ എന്നോടും ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ മാത്രമേ ദൈവമേ ഞങ്ങളോട് നീ ക്ഷമിക്കാവൂ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ദൈവം നമ്മൾ ക്ഷമിക്കുന്നത് പോലെ മാത്രം ക്ഷമിച്ചാൽ മതിയെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരമായി പറഞ്ഞ് ദൈവത്തെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നവരാണ് നമ്മളൊക്കെ. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രമാത്രം ക്ഷമിക്കുന്നുണ്ട് എന്ന് ശാന്തമായി പരിശോധിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയോട്, മാതാപിതാക്കളോട്, മക്കളോട് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ പോലും പലപ്പോഴും ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിപ്പോകുന്നുണ്ട്. കാലം ചെയ്ത കത്തോലിക്കാ സഭയുടെ തലവനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന മനോഹരമായൊരു ചിന്ത ഇങ്ങനെയാണ്: കുടുംബജീവിതം വിജയത്തിലേക്ക് നയിക്കാൻ 3 വാക്കുകൾ സൂക്ഷിച്ചു വയ്ക്കണം. 1, താങ്ക്സ്, നന്ദി. ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നമ്മുടെ പ്രിയപ്പെട്ടവർ ചെയ്യുമ്പോൾ നന്ദി പറയാനായിട്ട് സാധിക്കണം. അവരോട് നന്ദി വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നന്ദിയോടുകൂടി അവരോട് പെരുമാറാനായിട്ട് സാധിക്കണം. 2-ാമത്തെ വാക്ക് അത് സോറിയാണ്, ക്ഷമ. ക്ഷമിക്കാനായിട്ട് സാധിക്കണം. ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്: ശ്വസിക്കാൻ മറന്നാലും ക്ഷമിക്കാൻ മറക്കരുത്. പ്രിയമുള്ളവരെ, ക്ഷമിക്കുമ്പോഴാണ് ദൈവം കരുണ കാണിക്കുക. ദൈവത്തിൻ്റെ ഭാവമാണ് ക്ഷമ എന്നുള്ളത്. എന്തെല്ലാം നമ്മൾ ചെയ്താലും അവൻ നമ്മോടൊക്കെ ക്ഷമിക്കാൻ സന്നദ്ധനാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഭാവം സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ ഞാനും നിങ്ങളും എത്രമാത്രം ക്ഷമിക്കാൻ ബാധ്യതയുള്ളവരാണ്. 3-മതായി ഫ്രാൻസിസ് പിതാവ് പറയുന്നത്, മാർപ്പാപ്പ പറയുന്നത്, അത് മേ ഐ എന്നുള്ളതാണ്. ഞാനിത് ചെയ്തോട്ടെ. പരസ്പരം വിധേയപ്പെടലിനപ്പുറമായി ഒരു പരസ്പര സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നില്ലുമ്പോഴാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് മക്കളോടൊക്കെ ഈ ഒരു ചെറിയ കാര്യം ചെയ്യാൻ പൊക്കോട്ടെ, ഇത് ചെയ്താൽ അനുഗ്രഹകരമായിരിക്കില്ലേ, ഭംഗിയായിരിക്കില്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ. ആ ചോദ്യത്തിലൂടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുക. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഇസഹാക്കിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന മനോഹരമായ പാഠം ക്ഷമയുടേതാണ്. അവൻ ബലിപീഠത്തോളം ക്ഷമിച്ചു. അവൻ ബലിപീഠത്തിൽ ഇരുകരങ്ങളും കാലുകളും ബന്ധിക്കപ്പെട്ടവനായി കിടക്കപ്പെട്ടു. അവിടെയും വരെയും അവൻ ക്ഷമയോടെ ദൈവത്തിനായി കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഇസഹാക്കിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അവിടെ കൊണ്ട് തീരുകയല്ല പ്രിയമുള്ളവരെ. അവൻ്റെ മകൻ ഏശാവ്, യാക്കോബ്, അവർ ബദ്ധശത്രുക്കളായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഏശാവും യാക്കോബും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഏശാവ് ഹൃദയപൂർവ്വം യാക്കോബിനോട് ക്ഷമിക്കുന്ന ഒരു രംഗമുണ്ട്. തൻ്റെ അപ്പൻ എപ്രകാരം ക്ഷമിച്ചോ, തൻ്റെ പിതാവ് എപ്രകാരം ക്ഷമയുടെ മാതൃക കാണിച്ചു കൊടുത്തോ, അപ്രകാരം അതിനെ പിന്തുടരുന്ന ഒരു അനന്തര തലമുറയാണ് നമുക്ക് ഇസ്ഹാക്കിൻ്റെ തലമുറയായ ഏശാവിലും യാക്കോബിലും കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ അനന്തര തലമുറ കൂടി ക്ഷമിക്കാൻ നമ്മോടൊപ്പം പഠിക്കുന്നു. അതിനപ്പുറമായി ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ക്ഷമിക്കുന്നതിലൂടെ ഒഴുകിയെത്തുന്നു. പ്രിയമുള്ളവരെ, ഇസഹാക്കിൻ്റെ ജീവിതത്തിൻ്റെ 3 പ്രത്യേകതകളാണ് പറഞ്ഞത്. 1, അവൻ്റെ ആരാധന സ്വഭാവം, പ്രാർത്ഥന ശൈലി. 2-മത്തത്, അവൻ അനുസരണമുള്ളവനായിരുന്നു. 3, അവൻ്റെ ക്ഷമാശീലമാണ്. 4-മതായി അവസാനമായി ഇസഹാക്കിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സവിശേഷമായ ഒരു പ്രത്യേകത, അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കൂടാരങ്ങളിൽ താമസിച്ചു. അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. നമുക്കറിയാം, കോടാനുകോടികളുടെ ആസ്തിയുള്ള മനുഷ്യനായിരുന്നു അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. എന്നാൽ
അവരൊക്കെ താമസിച്ച സ്ഥലം കൂടാരമാണ്. എന്താണ് കൂടാരത്തിൻ്റെ പ്രത്യേകത? ഇന്ന് ഇവിടെയെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട നിലനിൽക്കുന്ന ഒരനുഭവമല്ല, അല്പകാലത്തേക്ക് മാത്രമുള്ള ഒരു അനുഭവത്തിൻ്റെ പേരാണ് കൂടാരം. അത് പഠിപ്പിക്കുന്ന ഒരു വലിയ ആത്മീയ മർമ്മമുണ്ട്. ഈ ഭൂമിയിലായിരിക്കുന്ന ഞാനും നിങ്ങളും ഒരു കൂടാരത്തിൻ്റെ അനുഭവത്തിലാണ്. നമ്മളൊക്കെ ഒരു യാത്രക്കാരാണ്. സ്വർഗീയ കനാനിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രക്കാരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഭഗവാൻ അറിയുന്ന പൗലോസ് അപ്പോസ്തലൻ പറയും പോലെ എൻ്റെ പൗരോഹിത്യം സ്വർഗീയ പൗരോഹിത്യമാണ്. അല്ലെങ്കിൽ എൻ്റെ ഭവനം എന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ല, നിലനിൽക്കുന്ന ഒരു ഭവനം എനിക്ക് സ്വർഗത്തിലുണ്ട്. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, മനുഷ്യഹൃദയങ്ങളെങ്ങും വ്യാപരിച്ചിട്ടില്ലാത്ത ഒരു വലിയ അനുഭവം സ്വർഗത്തിൽ എനിക്കായി കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധ്യം ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിനെ ഒരു കണ്ണാടിക്ക് അപ്പുറം ഇപ്പുറം എന്ന പോലെ കടമിഴിയായി കാണുകയും മരണശേഷം കർത്താവിന് മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന അനുഭവത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് എന്നൊക്കെ ആവേശത്തോടെ ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് വെളിപ്പെട്ട ഒരു ആത്മീയ മർമ്മമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ്. ഇത് അഴിഞ്ഞു പോകുന്നതാണ്. എന്നാൽ അഴിഞ്ഞു പോകാത്ത അനശ്വരമായൊരു ഭവനം, അനശ്വരമായൊരു ജീവിതം നമുക്കുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി എന്ത് നമുക്ക് കരിപ്പിടിപ്പിക്കുവാൻ, എന്ത് നമുക്ക് ശേഖരിക്കുവാൻ, എന്ത് നമുക്ക് മാറ്റിവെക്കുവാൻ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ നോമ്പും ഈ ഉപവാസവും ഈ ആരാധനയും ഈ കുദാശകളിലുള്ള സംബന്ധവും എല്ലാം ഈ ഭൂമിയിലെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമുക്കൊരു മരണമുണ്ടെന്നും ഈ ഭൂമിയിലെ ജീവിതം നശ്വരമാണെന്നും അനശ്വരമായ ഒരു ജീവിതത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കൂടി വേണ്ടിയാണ് ഈ 3 നോമ്പിൻ്റെ അനുഗ്രഹീത ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇസഹാക്കിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്. നമ്മളൊക്കെ മണ്ണാണ്, ഒരിക്കലും മണ്ണിലേക്ക് മടങ്ങിച്ചേരും. എന്നാൽ നമ്മുടെ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകും. ആ യാത്രയിൽ അനശ്വരതയുടെ തീരങ്ങളിൽ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ദൈവിക കൂടാരങ്ങളിൽ വസിക്കുവാൻ, ദൈവഭവനത്തിൽ, സ്വർഗീയ ഭവനത്തിൽ ആനന്ദം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ബലപ്പെടുത്തണമെങ്കിൽ, നമുക്കതിനുള്ള ഭാഗ്യം ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തെ നമുക്ക് കുറെ കൂടി നന്മയുള്ളതാക്കണം, ശോഭയുള്ളതാക്കണം, പ്രകാശപൂരിതമാക്കണം. അതിനാണ് നോമ്പ്. മാലാഖമാർക്കെടുത്ത ജീവിതം അത് ശരീരമില്ലാത്ത ജീവിതമാണ്, മരണശേഷമുള്ള ജീവിതമാണ്. അങ്ങനെയെങ്കിൽ ആ ജീവിതത്തിന് അനുരൂപമായ ജീവിതമാണ് നോമ്പിലൂടെ നമുക്ക് സാധ്യമായി തീരുക. പ്രിയമുള്ളവരെ, ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ ഇപ്രകാരം ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആത്മീയത എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് എ വെബ് ഓഫ് റിലേഷൻഷിപ്സ്. വെബ് ഓഫ് റിലേഷൻഷിപ്സ്, മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. 3 നോമ്പിൻ്റെ 1-ാമത്തെ ദിവസം നമുക്കിങ്ങനെ ചിന്തിക്കാം, കർത്താവേ, ഞാൻ എൻ്റെ സഹജീവികളുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്? എൻ്റെ കുടുംബത്തിനകത്ത്, ഭവനത്തിനകത്തുള്ളവർ, എൻ്റെ ഭവനത്തിന് പുറത്തുള്ളവർ, ഞാൻ ആയിട്ട് ഇടപെടുന്ന മനുഷ്യർ, എൻ്റെ ഇടവകയിലുള്ള ഇടവകാംഗങ്ങൾ, എൻ്റെ അയൽവാസികൾ, എൻ്റെ നാട്ടിലുള്ളവർ, എവിടെയുള്ളവരാകട്ടെ, ഞാൻ ഇടപെടുന്ന എൻ്റെ മറ്റ് സഹജീവികളുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്? ആ ബന്ധത്തിൽ എന്തൊക്കെ വിള്ളലുകൾ, കുറവുകൾ വന്നു പോയിട്ടുണ്ട്? അതൊക്കെയും ഒന്ന് ശരിപ്പെടുത്തുവാൻ 1-ാമത്തെ ദിവസം നമുക്ക് മാറ്റിവെക്കാം. 2-ാമത്തെ ദിവസം ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എന്തൊക്കെ കുറവുകളാണ്, എന്തൊക്കെ വിള്ളലുകളാണ് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത്? ആ വിള്ളലുകളൊക്കെ അടയ്ക്കുവാൻ, ആ വിള്ളലുകളൊക്കെ പരിഹരിക്കുവാൻ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയും നോമ്പും ഉപവാസവും അങ്ങനെ ധ്യാനവും ആരാധനയും വേദവായനയും ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് വയ്ക്കാം. 3-ാമത്തെ ദിവസം നമുക്ക് ധ്യാനിക്കാം ഞാനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. ഞാൻ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ എന്നെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ ഞാനുമായിട്ടുള്ള ബന്ധം, മനുഷ്യനും ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ടോ? പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് വിള്ളലാണ് വന്നു പോയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ? അത് വന്നു പോയിട്ടുള്ള വിള്ളലുകളൊക്കെയും പരിഹരിക്കാൻ നമുക്കിടയായിത്തീരണം.
അങ്ങനെ ഒരു അനുഗ്രഹീതമായ നിനിവേ നോമ്പ് ആചരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മയൊക്കെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇസഹാക്കിൻ്റെ ജീവിതം പഠിപ്പിച്ച മനോഹരമായ 4 ചിന്തകൾ: 1 പ്രാർത്ഥനാശീലം, 2 അനുസരണം, 3 ക്ഷമാശീലം, 4 അവൻ കൂടാരങ്ങളിൽ വസിച്ചു. നശ്വരമായ ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം അനശ്വരമായ ഒരു ഭവനം തനിക്കുണ്ടെന്ന ബോധ്യത്തോടെ അവൻ ജീവിതത്തെ ക്രമപ്പെടുത്തി. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കൊക്കെയും ഇടയായി തീരട്ടെ ഈ 3 നോമ്പിൻ്റെ കാലഘട്ടം. നമ്മെ അതിനെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ 3 നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ആത്മാവും പൂർണ്ണമായി നിന്നിൽ യോജിപ്പിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് നിനക്കിഷ്ടമുള്ള നിൻ്റെ ദൈവത്തിന് അനുയോജ്യരായ വ്യക്തിത്വങ്ങളായി ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് രൂപപ്പെടുത്തണമേ. എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥയിൽ അഭയപ്പെടുന്നു ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാത്സല്യമുള്ളവരെ, ഇപ്രകാരം ഞങ്ങളോട് ഒപ്പം ഈ സന്ദേശം 3 നോമ്പിൻ്റെ അനുഗ്രഹീതമായ ഈ ദിവസങ്ങളിൽ സന്ദേശം കൈമാറുവാനായിട്ട് സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇതിനായി എന്നെ നിയോഗിച്ച ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനോടുള്ള നിങ്ങളെല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും ഓർക്കണമേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.